ഋഷുവും വീട്ടുകാരും അധികം വൈകാതെ തന്നെ ക്രിസ്റ്റിയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു. അവരെ സ്വീകരിക്കാൻ എന്ന പോലെ ചാർലിയുടെ പപ്പയും മമ്മിയും ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വാ കയറി വാ, രാവിലെ വരാന്ന് പറഞ്ഞിട്ട് എന്തെത്ര താമസിച്ചത്? ചാർലിയുടെ പപ്പ അവളുടെ പപ്പയെ നോക്കി ചോദിച്ചു. ഓ, ഒന്നും പറയണ്ട, ഞങ്ങളുടെ ഈ പെൺതരിക്ക് ഒരുങ്ങാൻ കുറച്ച് അധിക സമയം വേണം. അവളുടെ പപ്പ അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് പോ പപ്പേ. അങ്കിൾ, ഈ പപ്പ എന്നെ വെറുതെ കളിയാക്കുക. ഇവർ റെഡിയായി കഴിഞ്ഞ ഒരു 10 മിനിറ്റും കൂടി ഞാൻ എടുത്ത് കാണും, അതല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. അവൾ കുറുമ്പോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. പെൺകുട്ടികളായ കുറച്ചൊക്കെ ഒരുങ്ങും, അതിനിപ്പം മോളെ കളിയാക്കാൻ മാത്രമൊന്നുമില്ല. മോള് വാ. ചാർലിയുടെ മമ്മി അവളെ അടുത്തേക്ക് വിളിച്ചു. അവൾ സ്നേഹത്തോടെ അവരുടെ അടുത്തേക്ക് ചെന്ന് അവരെ ചേർത്ത് പിടിച്ച് കവളിൽ ചുംബിച്ചു. ഇങ്ങനെ വേണം അമ്മായിമ്മമാരായാൽ, അവൾ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും എല്ലാവരും സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എങ്ങനെ? അവളുടെ പപ്പ അവളെ നോക്കി ചോദിച്ചതും അവൾ പെട്ടെന്ന് നാക്ക് കടിച്ചു. നിനക്കെന്താടി ഓന്തിന്റെ സ്വഭാവമാണോ? റോഷൻ അവളെ നോക്കി ചോദിച്ചു. അതിനവൾ എല്ലാവരെയും നോക്കി ഇളിച്ചു കാണിച്ചു. ചേച്ചി, ഇഷു എവിടെ? പാടെ ഇസുവിനെ തിരക്കുകയാണ് ആൽവി. ഇസു മുകളിലുണ്ട്. അവരെ രണ്ടുപേരെയും മുകളിലേക്ക് കയറിപ്പോയി. അപ്പോൾ കുഞ്ഞും കൂടി അവരുടെ കൂടെ പോയി. അവർ ആൽവിയെ നോക്കി പറഞ്ഞതിന് ശേഷം എല്ലാവരോടും മറുപടി പറഞ്ഞു. ഞാൻ പോയി നോക്കിച്ചും വരാം. അതും പറഞ്ഞ് ആൽവി മുകളിലത്തെ സ്റ്റെപ്പ് കയറാൻ പോയി. വേണ്ട മോനെ, അങ്ങോട്ട് പോവണ്ട, സ്റ്റെപ്പിലെങ്ങാനും വീഴും. അമ്മച്ചി വിളിക്കാം, അവർ വരും. അവർ പറഞ്ഞതും ആൽവി അവിടെ തന്നെ നിന്നു. അല്ല, ഇവിടുത്തെ പിള്ളേരൊക്കെ എവിടെ? ആരെ ഇവിടെയെങ്ങും കാണുന്നില്ലല്ലോ. ഋഷുവിൻ്റെ മമ്മി അവരെ നോക്കി ചോദിച്ചു. എല്ലാവരും ക്രിസ്മസിന് വേണ്ടി റെഡിയാകാൻ അവരവരുടെ മുറിയിലേക്ക് പോയിരിക്കുക. ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ ഷീതുമോളും അങ്ങോട്ട് പോയി. അവർ മറുപടി പറഞ്ഞു. നിങ്ങളിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അതും പറഞ്ഞ് അവർ അടുക്കളയിലേക്ക് നടന്നു. എല്ലാവരും ഹാളിൽ തന്നെ ഇരുന്നു. റയാനെ ഒന്ന് കണ്ടിട്ട് വരാം. അതും പറഞ്ഞ് ഋഷു അവിടെ നിന്നും എഴുന്നേറ്റു. ആരെ കാണാനാ നീ പോന്നത്? റോഷൻ ചിരിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു. റയാനെ. അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു. ഉവ്വേ, നിമ്മി അവളെ കളിയാക്കി. കുടുംബം മൊത്തം ട്രോളാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. അതും പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന കവറും എടുത്ത് അവൾ ചാടിത്തുള്ളി മുകളിലേക്ക് കയറിപ്പോയി. പപ്പേ, എനിക്ക് ഇഷുവിനെ കാണണം. ആൽവി അവനെ ഞോണ്ടിക്കൊണ്ട് പറഞ്ഞു. നീ ഒരറ്റത്ത്, നിന്റെ ആൻറ്റി മറ്റൊരറ്റത്ത് നിൽക്ക്, ഞാൻ ചാർലി ഒന്ന് വിളിക്കട്ടെ. അതും പറഞ്ഞ് റോഷൻ ഫോൺ എടുത്തു. ഇസുവുമായി കട്ടിലിൽ കമഴ്ന്നു കിടന്ന് കളിക്കുകയാണ് ചാർലി. പുറത്തിരുന്ന് ഇസുവിനെ എടുത്ത് കട്ടിലിലേക്ക് കിടത്തിയതിനു ശേഷം അവളുടെ വയറ്റിലേക്ക് മുഖം അമർത്തി അവളെ ഇക്ലിയാക്കുകയാണ് അവൻ. ഷീതു ആണെങ്കിൽ ചാർലി വാങ്ങിക്കൊടുത്ത റെഡ് കളർ ടോപ്പാണ് ഇട്ടിരിക്കുന്നത്. തലമുടി കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അവളും. ഇസു വന്നേ, നീ ഡ്രസ്സ് ഇട്ടേ. ചാർലി കുഞ്ഞിനായി വാങ്ങിക്കൊടുത്തിരുന്ന ഫ്രോക്ക് കാണിച്ചുകൊണ്ട് ഷീതു അവളോട് പറഞ്ഞു. ഇസുവാണേൽ അവൻ ഇക്കിളിയാക്കുന്നതനുസരിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. ഇച്ചായ, എനിക്ക് താഴെ ചെന്നിട്ട് ജോലിയുണ്ട്. അപ്പനും മോളും കളികളൊക്കെ ഒന്ന് നിർത്തിക്കേ. ഷീതു രണ്ടുപേരെയും വഴക്കു പറഞ്ഞു. അത് കേട്ടതും ചാർലി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവളും അവരോടൊപ്പം കട്ടിലേക്ക് ചെന്ന് വീണു. ഇസു അത് കണ്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. 2 രൂപന്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങും, ഷീതു കപട ദേഷ്യത്തോടെ പറഞ്ഞു. കേട്ടതും ചാർലി ചിരിച്ചു. പെട്ടെന്നാണ് അവന്റെ ഫോൺ റിങ് ചെയ്തത്. കട്ടിലിൽ കിടക്കുകയായിരുന്ന അവന്റെ ഫോൺ എടുക്കാനായിട്ട് അവൻ തുടങ്ങിയതും ഷീതു പെട്ടെന്ന് അവൻ്റെ അടുത്തു നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങി. എന്നാൽ അതിന് സമ്മതിക്കാതെ അവൻ അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു. ചാർലി, ദേ ഞങ്ങളൊക്കെ വന്നിട്ടുണ്ടേ. ആൽവി വന്നപ്പോൾ മുതൽ കുഞ്ഞിനെ തിരക്കുക. നീ അവളെയും കൂട്ടി താഴേക്ക് വന്നേ, ഇല്ലെങ്കിൽ അവനിപ്പോൾ അങ്ങോട്ടേക്ക് വരും. അവൻ ഫോൺ ചെയ്തുകൊണ്ട് പറഞ്ഞു. ദാ വരുന്നടാ. അതും പറഞ്ഞ് ചാർലി ഒരു ചിരിയോടെ ഫോൺ വെച്ചു. ഇസു, ആൽവി താഴെ വന്ന് നിൽപ്പുണ്ട്, മോള് താഴേക്ക് ചെല്ല്. ചാർലി പറഞ്ഞതും അവൾ സന്തോഷത്തോടെ കട്ടിൽ നിന്നും ഇറങ്ങി. പിന്നെ താഴേക്ക് പോകാൻ തുടങ്ങി. പതിയെ സ്റ്റെപ്പ് ഇറങ്ങി പോണേ. അവൾ പോകുന്നത് കണ്ടതും ചാർലി പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു. ഇച്ചായ, അവരൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ താഴേക്ക് പോട്ടെ, എന്നെ വിട്. അവൾ അവൻ്റെ കൈപ്പിടിയിൽ നിന്നും മാറാൻ ശ്രമിച്ചു. ഇവിടെ കിടക്ക് വേണേ, കുറച്ച് കഴിഞ്ഞിട്ട് പോകാം. അതും പറഞ്ഞ് അവൻ അവളിലേക്ക് അവളെ ചേർത്ത് പിടിച്ചു. ചാർലി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു. അവളും അവനെ തന്നെ നോക്കുകയായിരുന്നു. തൻ്റെ മുഖത്തു നിന്നും ആ മനുഷ്യൻ കണ്ണെടുക്കുന്നില്ല. എന്താ ഇച്ചായ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എന്നെ ആദ്യമായിട്ട് കാണുന്നത് പോലെ. അവൾ പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എത്ര വർഷങ്ങൾ നിന്നെ കണ്ടാലും എനിക്ക് എന്നും നിന്നെ കാണുമ്പോൾ ആദ്യമായിട്ട് കണ്ട ആ ഫീലാ ഷീതു തോന്നുന്നത്. ഇത് ഇനി എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അങ്ങനെ തന്നെയായിരിക്കും. അതിന് ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. അവൻ പുഞ്ചിരിയോടെ അവളുടെ മൂക്കിൽ മൂക്കുരസിക്കൊണ്ട് പറഞ്ഞു. എന്നെ എന്തിനാ ഇത്രയും സ്നേഹിക്കുന്നത്? അതിന് മാത്രം എന്ത് അർഹതയച്ചായ എനിക്കുള്ളത്? അപ്പനോ അമ്മയോ സഹോദരങ്ങളോ ഒന്നും എനിക്കില്ല. അവരൊക്കെ ആരാണെന്ന് പോലും എനിക്കറിയില്ല. സത്യത്തിൽ ഇത്രയും വലിയൊരു വീട്ടിൽ വന്നു കയറാനുള്ള യോഗ്യത പോലും എനിക്കില്ല. ഞാൻ ഏത് ജാതിയിൽ, ഏത് മതത്തിൽ, ആർക്ക് പിറന്നതാണെന്ന് പോലും അറിയില്ല. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അയ്യേ എടി പെണ്ണെ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ കരയരുതെന്ന്. നീ ഇനി ആർക്കുണ്ടായതാണെങ്കിലും നീ ഈ ചാർലിയുടെ പെണ്ണാ. അതിലൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല.
ഈ ചാർലി ജീവനോടെയുള്ള കാലത്തോളം എൻ്റെ നെഞ്ചോട് ചേർന്ന് നീയും ഉണ്ടാകും. അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു, ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന പോലെ. ഷിതു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞാൻ ചോദിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരു പക്ഷെ നിന്റെ അമ്മയോ അപ്പനോ ഈ ലോകത്തുണ്ടെങ്കിലോ? അവൻ ചോദിക്കുന്നത് കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അയ്യേ, എൻ്റെ കൊച്ചിപ്പാതിനെന്തിനാ കരയുന്നേ? അവൻ അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. അങ്ങനെ അങ്ങനെ ആരെങ്കിലും ഉണ്ടാകുമോ ഇച്ചായ? എനിക്ക് സ്വന്തമെന്ന് പറയാൻ ആരെങ്കിലും ഈ ലോകത്ത് കാണുമോ? അവൾ തിരികെ അവനോട് ചോദിച്ചു. അറിയില്ല, ഞാൻ നിന്നോട് വെറുതെ ചോദിച്ചതാ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ? അവൻ സംശയത്തോടെ അവളെ നോക്കി. അത് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചു നോക്കാത്ത കാര്യമാണ് ഇച്ചാനിപ്പൻ എന്നോട് പറഞ്ഞത്. കൈക്കുഞ്ഞായിരുന്നപ്പോഴാണ് ഒരു വഴിയാത്രയിൽ വെച്ച് മദറിന് എന്നെ കിട്ടുന്നത്. അതും ഏതോ ഒരു സ്ഥലത്ത്. അവിടെ നിന്നും മദറാണ് എന്നെ ഇവിടുത്തെ കാരുണ്യയിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ ഞാൻ അവിടുത്തെ അംഗമായിട്ട് മാറി. എവിടെ വെച്ചാണ് മദറിന് എന്നെ കിട്ടിയെന്ന് ഞാൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ മദർ ഒരിക്കലും അതിനെനിക്ക് ഉത്തരം തന്നിട്ടില്ല. പിന്നെ ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചതുമില്ല. അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു. സാരമില്ല, ഞാൻ വെറുതെ നിന്നോട് ചോദിച്ചു എന്നേ ഉള്ളൂ. നിന്റെ മനസ്സിൽ എന്താണെന്നറിയാൻ. അവനൊരു പുഞ്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ ആരെങ്കിലും എന്നെ തിരക്കി വരുമോ ഇച്ചായ? അവൾ ആകാംക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അറിയില്ല, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. കണ്ണുകളടച്ച് അവളത് സ്വീകരിക്കുമ്പോൾ 2 തുള്ളി കണ്ണുനീർ അവളുടെ കവളിലൂടെ ഒലിച്ചിറങ്ങിയിരുന്നു. എടോ ജോർജെ, എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു കുത്തൽ. അന്ന് ചെയ്തതൊക്കെ പ്രായത്തിൻ്റെ ബുദ്ധിമോശം കാണിച്ചതുപോലെ. മദ്യം വായിലേക്ക് വയ്ക്കുന്നതിനിടയിൽ അയാൾ തൻ്റെ മുൻപിലിരിക്കുന്ന ആളിനെ നോക്കി പറഞ്ഞു. നീ ഇപ്പോഴും അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? നിനക്ക് വേറെ പണിയില്ലേ? അതൊന്നും ലോകം അറിയാത്തൊരു സത്യമാണ്. നിനക്കും എനിക്കും മാത്രം അറിയാവുന്നൊരു സത്യം. നീ വെറുതെ അതും ആലോചിച്ചുകൊണ്ടിരിക്കാതെ സന്തോഷമായിട്ടിരിക്കാൻ നോക്ക്. നല്ലൊരു ന്യൂ ഇയറും ക്രിസ്മസും കളയല്ലേ നീ? അയാൾ തിരികെ സമാധാനപ്പെടുത്തി. ഇല്ലടോ, എത്രയൊക്കെ സ്വയം സമാധാനിക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചാലും നടക്കുന്നില്ല. മാത്രമല്ല, ഈയിടെയായിട്ട് സ്വപ്നം കാണുന്നത് മുഴുവൻ ഒരു കൊച്ചു കുഞ്ഞിനെയാണ്. വെള്ള ടർക്കിയിൽ പൊതിഞ്ഞ ചോര കുഞ്ഞിനെ. അന്നെൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തൊരു പാപം. അതെന്നെ വല്ലാതെ കുത്തി നോവിക്കുന്നുണ്ട് ജോർജെ. അയാൾ സങ്കടത്തോടെ മുൻപിലിരിക്കുന്ന ജോർജിനെ നോക്കി പറഞ്ഞു. പപ്പേ. പെട്ടെന്നാണ് പുറകിൽ നിന്നും ഒരു വിളി കേട്ടത്. അത് കേട്ട് ജോർജ് തിരിഞ്ഞു നോക്കി. എന്താ മോളെ? തൻ്റെ മുൻപിൽ നിൽക്കുന്നവളെ കണ്ട് അയാൾ സംശയത്തോടെ ചോദിച്ചു. പപ്പേ, എവിടേക്കാ പോയത്? നല്ലൊരു ക്രിസ്മസ് ആയിട്ട് വീട്ടിലിരിക്കാൻ പറ്റാതെ അവൻ എങ്ങോട്ടാ പോയത്? എൻ്റെ പപ്പയും മമ്മിയും ഒന്ന് ഉച്ചയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുമെന്ന് ഞാൻ പറഞ്ഞതാ അവനോട്. റിൻസി ദേഷ്യത്തോടെ അയാളെ നോക്കി പറഞ്ഞു. എനിക്കറിയില്ല മോളെ, ഞാൻ കരുതി മോളോട് പറഞ്ഞിട്ടായിരിക്കും പോയതെന്ന്. അയാൾ തിരികെ അവൾക്ക് മറുപടി നൽകി. അപ്പോഴാണ് അയാളുടെ ഒപ്പം ഇരിക്കുന്ന ആളിനെ റിൻസി കണ്ടത്. ഇനുവെങ്കിലും എന്താ ക്രിസ്മസ് ആയിട്ടൊരു വിഷമം പോലെ? റിൻസി അയാളെ നോക്കി ചോദിച്ചു. ഏയ്, ഒന്നുമില്ല മോളെ. ക്രിസ്മസ് ആയിട്ട് മോള് വീട്ടിലേക്ക് പോകുന്നില്ലേ? അയാൾ തിരികെ അവളോട് കുശലം ചോദിക്കുന്നത് പോലെ ചോദിച്ചു. പോകണം, ഉച്ച കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. പപ്പ ഒരു ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടി പോയിരിക്കുക. ഉച്ചയോടെ വരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പപ്പയും മമ്മിയും കൂടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവർ വന്നിട്ട് തിരികെ പോകുമ്പോൾ എനിക്കും അവരുടെ കൂടെ പോകാലോ? അവൾ പുഞ്ചിരിയോടെ അയാൾക്ക് മറുപടി നൽകി. അങ്കിൾ വന്നപ്പോൾ സോണിയെ കൂടി കൊണ്ടുവരാഞ്ഞെന്താ? റിൻസി സംശയത്തോടെ അയാളോട് ചോദിച്ചു. അവൾ ഏതോ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി മോളെ. ഇന്ന് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. കോളേജിലെ ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു. അയാൾ പുഞ്ചിരിയോടെ അവൾക്ക് മറുപടി നൽകി. മോൾ അവനെ ഒന്ന് വിളിച്ചു നോക്ക്. ആദത്തിൻ്റെ പപ്പ അവളെ നോക്കി പറഞ്ഞു. ഞാൻ വിളിച്ച അവൻ ഫോൺ എടുക്കുമെന്ന് പപ്പയ്ക്ക് തോന്നുന്നുണ്ടോ? എന്നെ കാണുന്നത് തന്നെ അവന് അലർജിയാണ്. പുച്ഛത്തോടെ മറുപടി നൽകി. എല്ലാം ശരിയാകും മോളെ, നീ വിഷമിക്കാതിരിക്കെ. അവൻ്റെ പപ്പ അവളെ സമാധാനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല പപ്പയെ ഒന്നും നടക്കുമെന്ന്. ആദം എന്നെ സ്നേഹിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ നടക്കണം. അവൻ്റെ ആ കുഞ്ഞും ശീതവും ഈ നാട് വിട്ടു പോകണം. അവൻ്റെ കൺമുൻപിൽ പോലും വരാത്ത ദൂരത്തേക്ക്. അതല്ലെങ്കിൽ 2 മണ്ണിനോട് ചേരണം. അവൾ ദേഷ്യത്തോടെ പല്ലിറുമി പറഞ്ഞു. പ്രിൻസി! പെട്ടെന്ന് പുറകിൽ നിന്നും ദേഷ്യത്തോടെയുള്ള ശബ്ദം കേട്ടതും എല്ലാവരും തിരിഞ്ഞ് പുറകിലേക്ക് നോക്കി. ആദത്തിൻ്റെ അമ്മയായിരുന്നു. നീ എന്താടി പറഞ്ഞത്? അവർ ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവളും അതേ അരിശത്തോടെ അവരുടെ കൈകളെ തട്ടിമാറ്റി. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഇവിടേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ കാത്തുകാത്തിരുന്ന മരുമകളും അവൾക്കുണ്ടായ കൊച്ചും ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതെയാകണമെന്ന്. എങ്കിൽ മാത്രമേ ആദത്തിനെ പൂർണ്ണമായിട്ടും എനിക്ക് കിട്ടുള്ളൂ. അവർ 2 പേരും ജീവനോടെ ഇരിക്കും തോറും അവൻ എന്നോടുള്ള ദേഷ്യം കൂടുകയാണ് ചെയ്യുന്നത്. അവൾ അവരെ നോക്കി അമർഷത്തോടെ പറഞ്ഞു. സ്നേഹം പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചപ്പോൾ നീ ആലോചിക്കണമായിരുന്നു ഇതൊക്കെ. മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് തനിക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ജീവിതത്തിൻ്റെ സ്ഥിതി. നിന്റെ കൂട്ടുകാരിയല്ലായിരുന്നു അവള്? ഒരു ദയവും ഇല്ലാതെ, ഒരു കുത്തലും ഇല്ലാതെ, എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ നീ ആ കൊച്ചിനെ ചതിച്ചത്? എന്നിട്ടിപ്പോൾ അവർ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതെയാകണമെന്ന് നീ ആഗ്രഹിക്കുന്ന നിന്റെ മനസ്സിൻ്റെ കട്ടി വല്ലാത്തത് തന്നെയാ റിൻസി. അവരും ദേഷ്യത്തോടെ അവളെ നോക്കി മറുപടി പറഞ്ഞു. ഡി, മതി, നിർത്ത്.
പിഴച്ചുപെറ്റ ഏതോ ഒരുത്തിക്കും അവളുടെ കൊച്ചിനും വേണ്ടിയിട്ടാണോ നീ നമ്മുടെ മോളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇനി നിന്റെ ശബ്ദം ഇവിടെ ഉയർന്നു കേൾക്കരുത്. അയാൾ അവർക്ക് നേരെ കൈ ചൂണ്ടി. അയാൾ താക്കീതോടെ പറഞ്ഞു, ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റാ ഉള്ളത്? നിങ്ങളും കൂടി ചേർന്നിട്ടല്ലേ എൻ്റെ മകൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത്? എന്ത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഈ വീട്ടിൽ കഴിയേണ്ടവനായിരുന്നു എൻ്റെ മകൻ. എല്ലാം ഒറ്റ നിമിഷം കൊണ്ടല്ലേ നിങ്ങൾ ഇല്ലാതാക്കിയത്? നിങ്ങളും ഇവളും കൂടി ചേർന്നിട്ടല്ലേ? ഇപ്പോൾ അവൻ്റെ സ്നേഹത്തിന് വേണ്ടി ഇവൾ പുറകെ നടക്കുന്ന എന്ത് കാര്യത്തിനാ? ആദ്യം നീ നല്ലതുപോലെ പ്രവർത്തിക്കാനും പെരുമാറാനും നോക്ക്, എന്നിട്ടല്ലേ അവൻ്റെ സ്നേഹം നിനക്ക് കിട്ടുന്നത്. അവർ വീണ്ടും അമർഷത്തോടെ തന്നെ പറഞ്ഞു. അത് കേട്ടതും അയാൾ കൈയോങ്ങി അവരുടെ കവളിൽ ആഞ്ഞടിച്ചു. അവർ പെട്ടെന്നായതുകൊണ്ട് തന്നെ നിലത്തേക്ക് വീണു. റിൻസി എന്തോ നേടിയെന്നുള്ള ഭാവത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി, ഒരു പുച്ഛത്തോടെ. ജോർജെ, എന്താടായി കാണിക്കുന്നത്? ഷൈനു അയാളെ പിടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു. ഇനി മേലാൽ നിന്റെ ഈ പുഴുത്ത നാവ് എൻ്റെ മോൾക്ക് നേരെ ഉയരരുത്. എൻ്റെ മോൾ ഈ വീട്ടിലെ ഐശ്വര്യം തന്നെയാടി. ഈ കാണുന്നതൊക്കെ ഉണ്ടായത് എൻ്റെ മോള് കാരണോ? അയാൾ അവർക്ക് നേരെ ചീറി. അവരൊന്നും മറുപടി പറയാനാകാതെ കവളിൽ കൈവച്ചുകൊണ്ട് നിലത്തേക്കിരുന്നു. അവൾ വിജയിച്ച ഭാവത്തോടെ അവരെ ഒന്ന് നോക്കിയിട്ട് മുകളിലേക്ക് കയറിപ്പോയി. ഋഷു കവറുമായി ക്രിസ്റ്റിയുടെ മുറിയിലേക്ക് അവൾ ചെന്നപ്പോൾ അവനെ റൂമിലെങ്ങും കണ്ടിരുന്നില്ല. ഈ കടുവ ഇത് എവിടേക്കാ പോയത്? അതും പറഞ്ഞ് അവൾ ആ കവറുമായിട്ട് റൂമിൻ്റെ അകത്തേക്ക് കയറി. എവിടെയെങ്കിലും പോയിട്ട് വരട്ടെ, സ്വയം മനസ്സിൽ പറഞ്ഞുകൊണ്ട് കവർ കട്ടിലിലേക്ക് വെച്ച് പോകാനായി തിരിഞ്ഞതും വാതിലിൽ ചാരി നിൽക്കുന്ന അവനെയാണ് കണ്ടത്. അവനൊരു മുണ്ടും ഷർട്ടുമായിരുന്നു വേഷം. ഒരു ബ്ലൂ കളർ ഷർട്ടായിരുന്നു. ഷർട്ട് പാതി തുറന്നിട്ടിരിക്കുകയാണ്. ത്തിൽ കിടക്കുന്ന കുരിശുമാല രോമാവൃതമായി നെഞ്ചിൽ കിടക്കുന്നത് ഷർട്ടിനിടയിൽ കൂടി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കയ്യിൽ കിടക്കുന്ന ചെയിൻ ഒന്നുകൂടി മുകളിലേക്ക് കയറ്റിവെച്ച് അവൻ കഥകടച്ച് ലോക്ക് ചെയ്തു. ശേഷം അവളുടെ അടുത്തേക്ക് നടന്നു. അത് കണ്ടതും അവനെ മൈൻഡ് ചെയ്യാതെ പേടിയൊക്കെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവനെ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവളുടെ ഇടുപ്പിലൂടെ പിടിച്ച് അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു അവൻ. എന്തായി കാണിക്കുന്നത്? അവൾ ദേഷ്യത്തോടെ അവൻ്റെ കൈപ്പിടിയിൽ നിന്നും കുതറി മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. കടുവ അതിന് ഒന്നും കാണിച്ചില്ലല്ലോ മോളെ, കാണിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ. അവൻ ഒരു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് മറുകൈയാൽ തൻ്റെ മീശ പിരിച്ചുകൊണ്ട് അവളെ അടിമുടി ഒന്ന് നോക്കി. തൻ്റെ അഭ്യാസമൊക്കെ തൻ്റെ കയ്യിൽ വെച്ചിരുന്നാൽ മതി, അതൊന്ന് എൻ്റെ അടുത്ത് ഇറക്കാൻ നിൽക്കണ്ട. അവൾ തിരികെ അവനെ നോക്കി പറഞ്ഞു. അത് കേട്ടതും അവളുടെ ഇടുപ്പിലുണ്ടായിരുന്ന കൈകൾ അവൻ വലിച്ചെടുത്തു. സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും ഒരു കൈ കൊണ്ട് അവളുടെ ഷർട്ടിനിടയിൽ കൂടി നഗ്നമായ അവളുടെ വയറ്റിലേക്ക് കൈവച്ച് അവൻ അവളെ ചേർത്ത് പിടിച്ചു. പെട്ടെന്ന് അവൻ്റെ കൈയുടെ ചൂട് തൻ്റെ നഗ്നമായ ഇടുപ്പിൽ അമർന്നതും അവൾ വല്ലാതെയായി. ഉമിനീർ ഇറക്കിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ പുലിക്കുട്ടിക്ക് ഇപ്പം എന്തെങ്കിലും പറയാനുണ്ടോ? അവൻ പുരുകം പൊക്കി അവളെ നോക്കി ചോദിച്ചു. അവളില്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി. വെരി ഗുഡ്, അവനൊന്നുകൂടി അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു. ഋഷുവിൻ്റെ നെഞ്ച് ശക്തിയായിട്ട് ഇടിക്കാൻ തുടങ്ങി. ഇങ്ങനെ എൻ്റെ നെഞ്ചിലേക്ക് അമർന്നു നിൽക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ തോന്നുന്നുണ്ടെന്നറിയോ? ഈ ഹൃദയമിടിപ്പ് പോലും ഇപ്പം എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അവൻ വല്ലാത്ത ഭാവത്തോടെ അവളുടെ ചെവിയിലേക്ക് തൻ്റെ ചുണ്ടുകൾ അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും ഋഷു വിയർക്കാൻ തുടങ്ങി. ദാറ്റ് ബ്ലാക്ക് സ്റ്റാർ, അവൻ അവളുടെ ചെവിയിലൊന്ന് കടിച്ചു വിട്ടുകൊണ്ട് പറഞ്ഞു. ഋഷു ഞെട്ടിപ്പോയി. അവൻ്റെ തോളിൽ കരങ്ങൾ അമർത്തിക്കൊണ്ട് ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരുപാട് നാളായി ഞാനത് കണ്ടിട്ട്, എനിക്കിപ്പോൾ കാണാൻ തോന്നുന്നു. അതും പറഞ്ഞ് അവളുടെ ഷർട്ടിൻ്റെ മുകളിലത്തെ ബട്ടൺസിൽ അവൻ പിടുത്തമിട്ടു. അവൻ്റെ പ്രവൃത്തിയിൽ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു ഋഷു. വേണ്ട, അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. വേണം, എനിക്ക് കാണണം. കുഞ്ഞുകുട്ടികൾ പറയുന്നത് പോലെ അവൻ വാശിയോടെ പറഞ്ഞു. ഇച്ചായ പ്ലീസ്. ഷർട്ടിൻ്റെ ആദ്യത്തെ ബട്ടൺസ് അഴിച്ചതും അവൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് വിളിച്ചു. നീ എന്നെ അങ്ങനെ അല്ലല്ലോ വിളിക്കുന്നത്, പരട്ടക്കടുവ, തെണ്ടിക്കടുവ എന്നൊക്കെയല്ലേ? അവൻ അവളെ നോക്കി ചോദിച്ചു. ഇനി ഞാൻ അങ്ങനെ വിളിക്കില്ല. അവൾ ദയനീയമായി അവനെ നോക്കി മറുപടി പറഞ്ഞു. അങ്ങനെയൊന്നും എൻ്റെ പൊന്നുമോള് പറയല്ലേ, നീ വിളിക്കണം, എനിക്ക് അത് കേൾക്കാനാ ഇഷ്ടം. അവൻ പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ബട്ടൺസ് അഴിച്ചു. പ്ലീസ്, അവൾ അവനെ നോക്കി പറഞ്ഞു. ശരി, ഓക്കെ, ഞാൻ നിന്നെ വെറുതെ വിടാം. പക്ഷെ നീ എന്നോട് ക്ഷമിച്ചു എന്ന് പറയണം, കഴിഞ്ഞതൊക്കെ മറന്നു എന്ന് പറയണം, അതിലൊക്കെ ഉപരി എന്നെ ഇഷ്ടമാണെന്ന് നീ പറയണം. അവൻ അവളെ നോക്കി പറഞ്ഞു. ഇല്ല. അവൾ ഒറ്റ വാക്കിൽ തന്നെ ഉത്തരം പറഞ്ഞു. ഇല്ലേ? അവൻ ചോദിച്ചുകൊണ്ട് അവളെയും കൊണ്ടൊന്ന് വട്ടം കറങ്ങി. പിന്നെ അവളെ കട്ടിലേക്ക് തള്ളിയിട്ടു. അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് ഓടാൻ തുടങ്ങിയതും അവളുടെ കാലിൽ പിടുത്തമിട്ടുകൊണ്ട് ക്രിസ്റ്റി അവളെ അവിടെ തന്നെ പിടിച്ചു കിടത്തി. ശേഷം അവളുടെ ശരീരത്തിലേക്ക് അമർന്നു. ഞാൻ പറയുന്നതൊന്നും നിനക്ക് കേൾക്കാൻ വയ്യല്ലോ, പിന്നെന്തിനാ നീ പറയുന്നത് ഞാൻ കേൾക്കുന്നത്? അവൻ വാശിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ ഷർട്ട് മുകളിലേക്ക് മാറ്റി. ഋഷു അവനെ തള്ളി മാറ്റാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും അവൾക്കതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. അവളുടെ ഷർട്ട് വയറ്റിൽ നിന്നും മാറ്റിയതിനു ശേഷം അവൻ അവൻ്റെ മുഖം അവളുടെ വയറ്റിൽ അമർത്തി. ഋഷു അവൻ്റെ തലമുടിയിൽ മുറുക്കി പിടിച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ വയറ്റിൽ പതിഞ്ഞു.
അവളുടെ നെഞ്ചിടി പേറി, കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു. ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് അവളിൽ നിന്നും വരുന്ന നേർത്ത ശബ്ദങ്ങളെ അടക്കാൻ ശ്രമിച്ചു. അവന്റെ ചുണ്ടുകൾ അവളുടെ നഗ്നമായ വയറ്റിൽ പതിഞ്ഞുകൊണ്ടേയിരുന്നു, ഇടവിടാതെ. ഒടുവിൽ വയറ്റിൽ നിന്നും അവന്റെ ചുണ്ടുകൾ മുകളിലേക്ക് പതിപ്പിച്ചു. അവളുടെ മുഖത്തെത്തിയതും അവൻ പതിയെ അവളുടെ മുഖത്തൊന്ന് ഊതി. അവൾ കണ്ണുകൾ തുറന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി. ഐ ആം സോറി, വേദനിപ്പിച്ചതിന്, വിഷമിപ്പിച്ചതിന്, ഇത്രയും നാളും എൻ്റെ പുറകിൽ നടത്തിച്ചതിന്. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞതിനു ശേഷം അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. അവന്റെ കൈകൾ അവളിൽ നിന്നും ഒന്നയഞ്ഞതും സർവ്വശക്തിയും എടുത്ത് റിഷു അവനെ തള്ളിമാറ്റി കട്ടിലേക്കിട്ടു. ശേഷം അവിടെ നിന്നും ചാടി എഴുന്നേറ്റു. നിങ്ങളോട് ഞാൻ ക്ഷമിക്കണമെങ്കിൽ താഴെയുള്ള എല്ലാവരുടെയും മുൻപിൽ വെച്ച് എന്നോട് സോറി പറയണം. എന്താ അതിന് പറ്റുമോ? അവൾ വാതിലിന്റെ അടുത്തേക്ക് ചെന്ന് കൈകൾ മാറിൽ കെട്ടി അവനെ നോക്കി ചോദിച്ചു. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് പറയടി. അത് കണ്ടതും അവൻ കുസൃതി ചിരിയോടെ അവളോട് പറഞ്ഞു. പെട്ടെന്ന് ഇറങ്ങി ഓടാൻ വേണ്ടിയിട്ടാണ് അവൾ അവിടെ ചെന്ന് നിൽക്കുന്നതെന്ന് അവന് നന്നായിട്ട് അറിയാമായിരുന്നു. എവിടെ നിന്ന് പറഞ്ഞാലെന്താ? നിങ്ങൾ എന്നോട് സോറി പറഞ്ഞില്ലേ? സോറി ഞാൻ ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഇരിക്കുന്ന നിങ്ങളുടെ ഫാമിലിയുടെയും എൻ്റെ ഫാമിലിയുടെയും മുൻപിൽ വെച്ച് എന്നോട് സോറി പറയണം. അതുമാത്രമല്ല, നിങ്ങളുടെ ഇഷ്ടം ഞാൻ ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ മുൻപിൽ വെച്ച് എന്നെ പ്രപ്പോസ് ചെയ്യണം. ഇത് രണ്ടും ചെയ്യാമെങ്കിൽ നിങ്ങളോട് ഞാൻ ക്ഷമിക്കാം. അതല്ലാതെ ഋഷിക ക്ഷമിക്കുമെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ ഇനി എന്തൊക്കെ കാണിച്ചാലും ഞാൻ ക്ഷമിക്കാനും പോകുന്നില്ല. അവൾ അത്രയും പറഞ്ഞ് അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ വാതിലും തുറന്ന് അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ തുടങ്ങി. പിന്നെ ഒന്ന് നിന്നതിനു ശേഷം തിരിഞ്ഞവൻ്റെ മുഖത്തേക്ക് നോക്കി. ദോ കിടക്കുന്ന നിങ്ങളുടെ ഷർട്ട്. ഇത്രയും നാളും എൻ്റെ മനസ്സിലൊരു ഇഷ്ടം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാനത് സൂക്ഷിച്ചു വെച്ചത്. ഇനി എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യാതെ നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇനി ഉണ്ടാവില്ല. തിരിഞ്ഞു നിന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞതിന് ശേഷം അവൾ അവിടെ നിന്നും ഓടുകയായിരുന്നു. കാന്താരി, നിന്നെ ഞാൻ എടുത്തോളാടി, എൻ്റെ കയ്യിലേക്കൊന്ന് കിട്ടട്ടെ. അവൻ പറഞ്ഞുകൊണ്ട് അവൾ പോയ വഴിയെ നോക്കി മീശ പിരിച്ചതിന് ശേഷം തലയിണയിലേക്ക് മുഖം അമർത്തി കിടന്നു.